നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും, ഗുരുജനങ്ങൾക്കും, ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. എല്ലാവർക്കും 2025 പുതുവർഷ ആശംസകൾ നേരുന്നു. രേവതി നക്ഷത്രക്കാരുടെ 2025 ഫലത്തെയാണ് പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ വിഷമം തോന്നുമെങ്കിലും നിങ്ങളെ പ്രാർത്ഥനയും പരിശ്രമവും കൊണ്ട് എല്ലാം നഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റും. രേവതി നല്ല ആത്മീകവും ദൈവികവും ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ള ആൾക്കാർ. പഠിച്ചതിനേക്കാളും സന്ദർഭോചിതം പോലെ എന്ത് കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള വിശേഷ ബുദ്ധി അവർക്ക് ഭഗവാൻ നൽകിയിട്ടുണ്ട്. രുതിനിധി, ധനഭോഗി, പണ്ഡിതച്ച, അന്ത്യരാശിയാണ്. ധനം, സുഖം, പാണ്ഡിത്യം, അറിവ്, കഴിവ് എല്ലാം ഭഗവാൻ കൊടുത്തിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ജാതകത്തിൽ നല്ല ഗ്രഹസ്ഥിതിയും ജനനമാണെങ്കിലും നിങ്ങൾ വളരെ സമ്പന്നന്മാരായി മാറും. പക്ഷെ ജാതകത്തിൽ ഭാഗ്യക്കുറവുകൾ, ഗ്രഹപ്പിഴകളൊക്കെ ഉള്ളവർ എന്നും കഷ്ടപ്പെട്ടാലും വിജയം കിട്ടാതിരിക്കും. ചില വീഡിയോകൾ കാണുന്നവർ പറയുന്നുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ല. ജ്യോതിഷമേ തെറ്റാണെന്ന് വരെ അതുകൊണ്ട് വിചാരിക്കുന്നവരുണ്ട്. ആ ജാതകത്തിൽ നമ്മുടെ ജനന ഗുണം കൊണ്ടാണ് ഒരാളെ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും തീരുമാനിക്കുന്നത്. ഭാഗ്യം ഉണ്ടായിരുന്നാലും ചിലവർക്ക് ഭാഗ്യം കിട്ടാത്തത് അവരുടെ ആത്മീയ ദൈവിക കാര്യങ്ങളും കുടുംബദേവന്മാരുടെ കാര്യങ്ങളും മുടക്കുമ്പോഴാണ്. നമ്മളച്ഛനപ്പൂപ്പന്മാരും നമുക്കും നമ്മളെ പിള്ളേർക്കും കുടുംബത്തിനും ജനിച്ചതിനും ജനിക്കാൻ പോണേനും നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിച്ച് നമ്മളെല്ലാം രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ പല രാജ്യത്ത് പോകുന്നതും പല ജോലിയിൽ പോകുന്നതും പല അധികാരത്തിരിക്കുമ്പോഴാണ് അമ്പലവും ദൈവങ്ങളൊന്നും വേണ്ടാന്ന് തോന്നുന്നതും ദൈവങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മളെ ഭാഗ്യത്തിന് ഹാനി വരുന്നത്. ടവറിൽ നിന്നും അകന്നു പോകുമ്പോൾ നെറ്റ്വർക്ക് പോകുന്നത് പോലെ നമുക്ക് ഭാഗ്യം കിട്ടാതെ പോകുന്ന ഒരുപാട് ഭാഗ്യഹീനന്മാരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ പഠിച്ച എന്ത് ദോഷങ്ങളും മാറിക്കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. രേവതി നക്ഷത്രം മീനരാശിക്കൂറാണ്. മീനരാശിക്കൂറുകാർക്ക് കഴിഞ്ഞ 2023 മാർച്ച് 17 മുതൽ 7.5 വർഷത്തേക്ക് ഏഴരാണ്ട ശനിയുണ്ട്. ഏഴാണ്ട ശനിയുടെ ജന്മശനി 2025 മാർച്ച് മുതൽ തുടങ്ങാൻ പോവുകയാണ്. വലിയൊരു ഗ്രഹപ്പഴയാണ്. മെയ് വരെ വേഴഗ്രഹം 3 നിൽക്കുന്ന സമയം. വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഈശ്വരകാരകനൊക്കെയാണ്. വേഴം 3 നിൽക്കുമ്പോൾ ഭാഗ്യം കിട്ടാൻ തടസ്സം, പൈസ കിട്ടാൻ തടസ്സം, അവസരങ്ങൾ കിട്ടാൻ തടസ്സം, അംഗീകാരങ്ങൾ കിട്ടാൻ തടസ്സം. ഒരു പരീക്ഷ എഴുതുന്ന കൊച്ചാണെങ്കിൽ മാർക്ക് കിട്ടും ചെയ്യിക്കും. പക്ഷെ 1/2 മാർക്കും 1 മാർക്കും കൂടെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിയിരുന്നു. A+ സെലക്ഷൻ ഒക്കെ കിട്ടിയിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി, ജോലി കിട്ടിയില്ല, ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് കിടന്നിട്ടും എനിക്ക് ജോലിക്ക് വിളിക്കണില്ല എന്ന് പറയുന്ന തരത്തിൽ ചെറിയ കാര്യത്തിന് വലിയ വിഷമം വന്ന് ആത്മഹത്യ വരെ ചെയ്ത് കളഞ്ഞാൽ കൊള്ളാമെന്ന് ചിന്തിച്ചു. ചാവാനൊന്നും പോകണ്ട. നമുക്ക് മെയ് കഴിയുമ്പോഴത്തേക്ക് വേഴം മാറി വരും. അപ്പോൾ ജോലിയും പരീക്ഷയും മത്സരത്തിൽ വിജയവും സമ്പത്തും സന്തതിയൊക്കെ നല്ലതും ഐശ്വര്യപ്രവൃത്തികളും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും കുടുംബശ്രേയസ്സും ഐശ്വര്യം കിട്ടാനും സ്വസ്ഥത കിട്ടാനും ഈശ്വരാനുകൂല്യം ശക്തിയോടുകൂടി അനുകൂലിച്ച് കിട്ടാനും ഒക്കെ യോഗമുണ്ട്. കാരണം വേഴം 3-ന് 4-ൽ വരും. 4-ൽ വേഴം വരുമ്പോൾ നമുക്ക് ക്ഷേത്രം, സുഖം, വാഹനം, വീട്, വസ്തു, കെട്ടിടം, വാഹനം. ഈശ്വരകാരകൻ വേഴം തെളിയുമ്പോൾ ഈശ്വരാനുകൂല്യം വർദ്ധിക്കും. ദുരിതങ്ങൾ മാറിക്കിട്ടും. ഗുരുശുക്രേ കേന്ദ്രകൈവ സുവിധാഹസ്തത്ര അതിരോജത്ര യോഗം കൊണ്ട് അവശത അനുഭവിക്കുന്ന ആൾ എഴിക്കാനും നടക്കാനും പറ്റാതെ പാമ്പിനെ പോലെ എഴയുന്ന ആളായിരുന്നാലും അസ്വസ്ഥതകൾ മാറും. ഇപ്പം മീനക്കൂറുകാർക്ക് ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയമാണ് മെയ് വരെ. അവർക്ക് മുട്ടുവേദന, നടുവേദന, കാലുവേദന, ഓർത്തോ, ന്യൂറോ, ഗ്യാസ്ട്രോ, സൈറ്റോ, രക്തദൂഷ്യം കൊണ്ടുള്ള ചില അസുഖങ്ങൾ, രക്തം പോലും ഇല്ല എന്ന് പറയുന്ന സമയങ്ങളൊക്കെയാണ്. ആശുപത്രിയിൽ പോയാൽ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ആശുപത്രിക്കാർ ആവശ്യപ്പെടും. അതുകൊണ്ട് ആശുപത്രിയിൽ പോകണം. മരുന്നും മന്ത്രവും രണ്ടും വേണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു സ്വസ്ഥത കിട്ടണം. അപ്പം അങ്ങനെ വേഴം മാറുന്നത് വരെ സന്താനങ്ങളുമായിട്ട് നിരോധിക്കാൻ പോകരുത്.
സന്താനകാരകം 3 നിൽക്കുമ്പം സന്താനകലകം, പിള്ളേർ കലപിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അവർക്ക് വേണ്ടി പഠനത്തിനും ജോലിക്കും വിദേശ യാത്രയ്ക്ക് കൊണ്ട് ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ സമ്പന്നന്മാർ ദരിദ്രരെ പോലെ ജീവിക്കേണ്ടി വരുന്ന സമയമാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലും തൊഴിലുകളിലും വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും അമിതമായ പൈസ ചിലവാക്കിയിട്ടും കഷ്ടനഷ്ടങ്ങൾ മാത്രമേ ഉള്ളെന്ന് പറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ജന്മത്തിലെ ശനി ഭരണ സമയം പാവയെ ലഗ്നഗതയെ പരാജയം, നമുക്ക് പരാജയങ്ങളും തടസ്സങ്ങളും വരും. ശിരോരുക്കം എന്ന് വെച്ചാൽ തലവേദന, കണ്ണുവേദന, ENT പ്രോബ്ലങ്ങൾ, തൊണ്ടവേദന, ഇങ്ങനെയുള്ള അസുഖങ്ങളും ദുഃഖം, മനസ്സിന് ദുഃഖവും പല പ്രകാരത്തിലും ദുഃഖവും ദുഷ്കീർത്തി അപവാദങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്തെന്ന് ആളുകൾ അങ്ങ് കണ്ടെത്തി നമുക്ക് കേസ് നടപടി ഇതൊക്കെ വരും. പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ പോകാനും കിടക്കാനും ഒക്കെ ഉള്ള യോഗവും ധനക്ഷയം, ധനനഷ്ടങ്ങളും അഖില ശരീര അസ്വാസ്ഥ്യം, ശരീരം മൊത്തം അസ്വാസ്ഥ്യം, സ്വാസ്ഥ്യം അല്ലാത്തത് അസ്വാസ്ഥ്യം, അസ്വസ്ഥതകളും ദുഃഖങ്ങളും നമ്മളെ ബാധിക്കും. ദുഃഖം എന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്ക് ഒരാൾ ദുഃഖിയായി പോകണം? ദുഃഖത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവരണം ആദിവേദി വൃഥാപീഡക ക്ലേശ ഇതി ദുഃഖമാണ്. ആദിയെ കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നതാണ് ആദി. ആദിക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ല. വ്യാധി എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങളും ചിന്തിച്ച് മാനസികമായിട്ട് മാനസിക രോഗി വരെ ആകുമ്പോഴാണ് വ്യാധിക്ക് ചികിത്സ തുടങ്ങുന്നത്. പല പല അസുഖങ്ങളുണ്ട്. ആദിവേദി വൃഥാപീഡകം, മറ്റുള്ളവരുടെ പീഡനം, ശത്രുത, ഉപദ്രവം, ശല്യം. ആദിവേദി വൃഥാപീഡക ക്ലേശങ്ങൾ, നമുക്ക് ബന്ധുമരണങ്ങൾ, സന്താന മരണങ്ങൾ, ഒക്കെ കൊണ്ടുള്ള ക്ലേശങ്ങൾ, നമുക്കുള്ള അസുഖങ്ങൾ, നമ്മളുള്ള വിഷമങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ മങ്ങൽ വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ വൃഥാപീഡകം, മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആളാണ് ക്ലേശക ഇതി ദുഃഖ. ഇതെല്ലാം ചേർന്നതാണ് ദുഃഖം എന്ന് പറയുന്നത്. അതിങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും സന്താനപരമായിട്ടൊക്കെ ഉള്ള വിഷമതകൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിൽ, നിൽക്കുന്ന ജോലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് കിട്ടണത് കൊണ്ട്, ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കണം. ഒരു കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിൽ പോയാലും വലിയ മാറ്റം ഉണ്ടാവില്ല. പ്രൊമോഷനും സാലറിയൊന്നും കിട്ടിയില്ലെങ്കിലും ജോലി കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് അഭിവൃദ്ധി കിട്ടാൻ വേണ്ടി ഒരു ചെടി വെയിലത്ത് ഉണങ്ങി നിന്നാൽ ഉഴുത് മാറ്റിയിട്ട് അത് പട്ടുപോകും. അതുകൊണ്ട് നമ്മൾ വെള്ളവും വളമൊക്കെ ഊറ്റി കൊടുക്കുമ്പോൾ തഴച്ചത് വളരും, നല്ല പൂവും കായും കിട്ടും. അങ്ങനെ നമുക്ക് നല്ലൊരു ഗുണം കിട്ടുന്നത് പോലെ നമുക്ക് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം. പല ആൾക്കാരും പറയണം ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. എന്നൊന്നത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ എങ്ങനെ? അതുകൊണ്ട് ഞങ്ങൾക്ക് പൂജയിലും മന്ത്രതന്ത്രാദികളിലും വലിയ വിശ്വാസമാണ്. നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇങ്ങനെയുള്ള ദോഷ സമയങ്ങളിൽ പരിഹാരം ചെയ്യണം. പരിഹാരങ്ങളും പലതും ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് സീറോയിൽ നിന്ന് സീറോയായിട്ട് വരാൻ തന്നെ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ വലിയ അറിവും കഴിവുള്ള ധാരാളം ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. ചിലവർ മാത്രം രക്ഷപ്പെടണം. ചിലവർ മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല? അവരെ കഴിവും കാര്യമൊക്കെ ഉപയോഗിച്ച് ചില ആൾക്കാർ തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി കഴിഞ്ഞതിനേക്കാളും നല്ലതായിട്ട് വരാനും നല്ല വിവൃത്തി കിട്ടാനും വേണ്ടിയാണ് ഏതൊരു വ്യക്തിയും പരിശ്രമിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കഴിഞ്ഞതിനേക്കാളും അയാളുടെ പ്രവർത്തനം നല്ല രീതിയിലാക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കും. ഒരു കലാകാരനാണെങ്കിൽ അയാളുടെ കലകളും വാസനകളും വളരെ മെച്ചപ്പെടുത്താനാണ് അയാൾ ശ്രമിക്കുന്നത് ഓരോ അവസരവും. പക്ഷെ പരാജയം വരുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, സമയത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഒരു ചെടി പട്ടുപോണത് അത് ചെടിയുടെ കുഴപ്പം കൊണ്ടല്ല, കാലത്തിൻ്റെ ദോഷം കൊണ്ട്, ചൂട് കൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ വെള്ളം കയറി അഴുകി പോകുന്നതാണ്, അല്ലെങ്കിൽ ചൂട് കൊണ്ട് കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ കാലദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്യുമ്പം നല്ലതായിട്ട് വരും. നല്ല പ്രാർത്ഥനയും ജപവും തപവും ഒരു യോഗിയെപ്പോലെ, തപസ്വിയെപ്പോലെ, കർമ്മിയെപ്പോലെ ഒക്കെ ഒരു പൂജാരിയെപ്പോലെയൊക്കെ ജീവിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഇപ്പോൾ ദൈവങ്ങളും വേണ്ട, ഒന്നും വേണ്ട, അമ്പലവും വേണ്ട, ദൈവങ്ങളും വേണ്ട, പള്ളിയും വേണ്ട, ഒന്നും വേണ്ട എന്ന് തോന്നുന്ന അവസ്ഥ. കാരണം എല്ലാം പോയല്ലേ, പിന്നെ ഇനി എന്തിനു ഞാൻ ഇതൊക്കെ ചെയ്യണം
എന്നുള്ള ഒരു മനോഭാവം മാറ്റണം. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ജപതപങ്ങൾ നടത്തി വാഹനങ്ങൾ ഓട്ടിക്കുന്നതിലൊക്കെ ചെലവുകളൊക്കെ ചോദിച്ച് എടുത്തുചാട്ടം കൂടാതെ നമ്മളെ പൈസ സേവ് ചെയ്ത് അത് നല്ല നിയമപരമായിട്ട് എന്നുവെച്ചാൽ എന്താണ്, ടാക്സുകാർ നമ്മളെ പൈസ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, ബന്ധുക്കൾ സഹായം ചോദിച്ച് കൊടുക്കണ കൂടെ അത് പുണ്യം കിട്ടും, എന്നാൽ അവർ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാനും, നമ്മളെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എഞ്ചിനീയറും കോൺട്രാക്റ്റും പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാനും, നമ്മളൊരു കാര്യത്തിന് പൈസ മുടക്കിയാൽ കൂടെ നിൽക്കണവർ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാനും ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നേരത്തെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവരവർക്ക് കിട്ടുന്നത് അവരവർ കൊണ്ടുപോകും, നമുക്കൊന്നും ഇല്ലാതായി പോകും. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു കണ്ണ് വേണം. അങ്ങനെ ഓരോ ശ്രദ്ധയോടുകൂടി പോകുമ്പോൾ നമ്മളെ പരാജയങ്ങൾ വിജയങ്ങളായിട്ട് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിനകൾ മാറുകയുള്ളൂ. ശാസ്താവിനെയും ശിവനെയും വിഷ്ണുവിനെയും നാഗരെയൊക്കെ ഭജിക്കണം. ഈ സർപ്പദോഷം കിടക്കുന്നതുകൊണ്ട് മുട്ടിനും കാലിനും നടുവിനും ഒക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. എണ്ണ ക്ഷീണം പോലെ തോന്നും. നമ്മൾ കുതിരയെപ്പോലെ ചാടി നടക്കുന്ന ആളാണെങ്കിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു പോകുമോ എന്ന് ഭയക്കേണ്ടത് തോന്നും. നാഗർക്കും സർപ്പബലി മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷം മാറും. കാലഭൈരവനെ ഭജിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. കാരണം നമ്മുടെ കാലഭൈരവൻ ഞങ്ങളുടെ പരദേവതയാണ്. ശിവസഹസ്രനാമത്തിൽ പറയുന്ന 1000 നാമങ്ങൾ അഷ്ടഭൈരവന്മാരുള്ള അഷ്ടഭൈരവന്മാർ 64 കലകൾ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് സത്വം രജം തമോ ഗുണപ്രധാനമായിരിക്കുന്ന അഘോര ചാരഭ മൃത്യുഞ്ജയൻ ദക്ഷിണാമൂർത്തി സർവശിവന്റെയും ചൈതന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രതിഷ്ഠാവിധാനമാണ് തിരുവനന്തപുരത്ത് പോത്തൻകോട് നന്നാട്ടാവിലുള്ള കാലഭൈരവ സ്വാമിക്ക്. എല്ലാ അമാവാസത്തോടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിട്ടുണ്ട്. അമ്പലത്തിൽ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയവും, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, നെയ്യ്, ദ്രവം, കുങ്കുമം, വാകം മുതലായ എല്ലാ വിശിഷ്ട ദ്രവ്യങ്ങളെ പൂജിച്ചുകൊണ്ടുള്ള കലശവിശേഷം. ഭക്തന്മാരും കലശത്തിന് കൊടുത്തിട്ടുള്ള അതും അഭിഷേകം ചെയ്യും. പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ആരതി മുതലായിരിക്കുന്ന കാര്യാദികളൊക്കെ നടക്കും. എല്ലാ മാസവും അമാവാസിക്കാണ് ഈ പൂജ. ഇതൊക്കെ പറ്റുമെങ്കിൽ പങ്കെടുത്ത് ദോഷം മാറ്റാൻ ശ്രമിക്കണം. പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. നല്ല ദശാകാലമാണെങ്കിൽ ദോഷം കുറഞ്ഞിരിക്കും. ദോഷസമയമാണെങ്കിൽ ജാതക ദോഷങ്ങൾക്കും പരിഹാരം ചെയ്യണം. വിധിയെയും മതി കൊണ്ട് വെല്ലലാം. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ദൈവികപരമായ അനുഷ്ഠാനങ്ങളും കൊണ്ട് എല്ലാ വിനകളും മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.